സ്മൈൽ ഡിസൈൻ പൊതുവെ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് ഇത്. എന്നാൽ ഇതെന്താണ്, ഇതിന്റെ അഡ്വാൻറ്റേജസ്, ആർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും, ഏത് പ്രായക്കാർക്ക് ഇത് ചെയ്യാം, എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്, അതിന്റെ ചെലവ് എത്രയാണ്, അതൊക്കെയായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഒരാളുടെ മുഖത്തിന് ചേരുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ചിരി പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് ഈ സ്മൈൽ ഡിസൈൻ. പിന്നെ ചിരിയുടെ ഭംഗി എന്ന് പറയുമ്പോൾ പല്ല് മാത്രമല്ല നമ്മൾ ഫോക്കസ് ആവുന്നത്, അത് ലിപ്സും ഗംസും പല്ലും കൂടെ എല്ലാം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനിൽ വരുമ്പോൾ മാത്രമേ സ്മൈൽ ഡിസൈനിങ് സക്സസ് ആവത്തുള്ളൂ. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് നമ്മൾ മനസ്സറിഞ്ഞ് ചിരിക്കാൻ നേരത്ത് പല്ലും കാണിച്ച് നല്ല കോൺഫിഡൻസോടെ തന്നെ ചിരിക്കാൻ പറ്റും. സിമ്പിൾ കേസ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഇൻ കേസ് ഇപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ റിസൾട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. എങ്കിൽ പോലും പേഷ്യന്റ് ട്രീറ്റ്മെന്റിലാന്നുള്ള കാര്യം പെട്ടെന്ന് ഒരാൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. മെയിൻ ആയിട്ട് ഗമ്മി സ്മൈൽ ഉള്ളവർ, ഫ്രണ്ട് പല്ല് പൊട്ടിപ്പോയിരിക്കുന്ന കേസ്, അല്ലെങ്കിൽ പല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ്, ഫ്രണ്ട് പല്ലുകൾക്കൊക്കെ കേട് വന്നിരിക്കുന്ന അവസ്ഥ, ഫ്ലോറോസിസ് ഉള്ളവർ, അല്ലെങ്കിൽ നല്ല മഞ്ഞ കളറായിട്ടിരിക്കുന്നവർ, പല്ലുകൾക്ക് തേയ്മാനം ഉണ്ടെങ്കിൽ, ചെറിയ പല്ലുകൾ അല്ലെങ്കിൽ വലിയ പല്ലുകളുള്ളവർ, നിര തെറ്റിയിരിക്കുന്ന പല്ലുകൾ, അല്ലെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പല്ലുകൾ മിസ്സായിട്ടുണ്ടെങ്കിലൊക്കെ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഏത് പ്രായക്കാർക്കാണ് സ്മൈൽ ഡിസൈനിങ് ചെയ്യാൻ പറ്റുന്നത്? നഴ്സറി പഠിക്കുന്ന കുട്ടി തൊട്ട് വായി പല്ലില്ലാത്ത അപ്പച്ചനും അമ്മച്ചിമാർക്കും വരെ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. പല പാരന്റ്സിനുള്ളൊരു പ്രശ്നമാണ്, കുട്ടിയുടെ പാൽപ്പല്ലല്ലേ, ഇനിയിപ്പോൾ അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമൊന്നും വരത്തില്ല, കേട് വന്നാലും ശരി പൊട്ടിപ്പോയാലും ശരി അതെന്തായാലും പറഞ്ഞു പൊക്കോളും, പുതിയ പല്ലും വരുമല്ലോ എന്ന് പാരന്റ്സ് മനസ്സിലാക്കേണ്ടത്. നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് മറിഞ്ഞു വീണ് അതിന്റെ പല്ല് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ഫ്രണ്ട് പല്ലിലൊക്കെ കേട് വന്നിരിക്കുന്ന അവസ്ഥ. ആദ്യം ഈ ചിരി കാണുമ്പോൾ കുടുംബക്കാർ ചോദിക്കും, നിന്റെ പല്ലിന് എന്നാ പറ്റി, വല്ല എലി കയറുണ്ടോ, അല്ലെങ്കിൽ എവിടെ മറിഞ്ഞു വീണേന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നതോടെ ആ കുട്ടിയാണെങ്കിൽ പോലും ഒന്ന് മാനസികമായിട്ട് കുറച്ച് ഡൗൺ ആവും. അങ്ങനെ ഇത് അതിന്റെ കൂട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അതുപോലും അറിയാണ്ട് അതിന്റെ ചിരി അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് ഒരിക്കൽ പോലും അങ്ങനെ വളരുന്നതനുസരിച്ച് പല്ല് കാണിച്ച് ചിരിക്കാനുള്ള അതിന്റെ കോൺഫിഡൻസും കുറയും, ധൈര്യവും എല്ലാം തന്നെ ചോർന്നു. ഇനിയിപ്പോൾ ഒറ്റ പല്ല് പോലും ഇല്ലെങ്കിൽ അവിടെ ഇംപ്ലാന്റ് വെച്ചിട്ട് നമുക്ക് എൻറ്റയർ സെറ്റ് പല്ല് ഫിക്സ്ഡ് ആക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഇതിൽ വരുന്നതും അതിന്റെ ഒക്കെ ചെലവ്. ഇംപ്ലാന്റ് വെക്കുവാണെങ്കിൽ ഒരു പല്ലിന് 25,000 തൊട്ട് 30,000 ഉള്ളിലായിരിക്കും ആവുന്നത്. വിനേഴ്സ് ആണ് വെക്കുന്നെങ്കിൽ 10,000 തൊട്ട് 12,000 രൂപയാവും. ക്രൗൺ ആണെങ്കിൽ 10,000 തൊട്ട് 15,000 രൂപയ്ക്കുള്ളിലാണ്. ഇൻവിസിബിൾ അലൈനേഴ്സ് നോക്കുവാണെങ്കിൽ ട്രീറ്റ്മെന്റിന് ചെലവ് കൂടുന്നത് കോംപ്ലിക്കേഷൻ അനുസരിച്ചായിരിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 50,000 തൊട്ട് 60,000 രൂപയ്ക്കുള്ളിലായിരിക്കും.